ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ വർഷത്തെ EVSൻ്റെ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സുമാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആക്ടിവിറ്റി 1, ദ റോഡ് മാപ്പ് ടു ഇൻഡിപെൻഡൻസ്. The given below are the pictures and details related to freedom struggle. Match them drawing the lines. ഫസ്റ്റിലത്തേതാണ് ആൻ ഓപ്പൺ ഗ്രൗണ്ട് ഇൻ പഞ്ചാബ് വിത്ത് ഓൺലി വൺ എൻട്രൻസ്. അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏതുമായിട്ടാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ മൂന്നാമത്തെ ഫിഗറാണത്. രണ്ടാമത്തെ, ദ സാൾട്ട് ഇസ് ദ സിംബൽ ഓഫ് സ്ട്രെങ്ത് ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. അത് ദണ്ഡി മാർച്ച് അല്ലെങ്കിൽ സാൾട്ട് മാർച്ചാണ്. അത് റിലേറ്റ് ആയിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഫിഗറുമായിട്ടാണ്. പിന്നെ നോട്ട് ടു ദ കോപ്പറേറ്റ് വിത്ത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് അറ്റ് ദ എനി ലെവൽ. അത് നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം ആണ്. അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്. ആക്ടിവിറ്റി ബി, ദ മോസ്റ്റ് ക്രൂവൽ അറ്റംപ്റ്റിംഗ് ടു ബ്രിട്ടീഷ് ടു ഫ്രൈറ്റൻ ഇൻ ദ ഇന്ത്യൻ ദാറ്റ് ടു പ്ലേസ് ഇൻ ദി ജാലിയൻ വാലാബാഗ്. ഇന്ത്യക്കാരെ ഏറ്റവും ഭയപ്പെടുത്തി ഭരിച്ച ബ്രിട്ടീഷുകാർ നടത്തിയ ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ക്വസ്റ്റ്യൻ എന്താണ്? ജസ്റ്റിഫൈങ് ദ എബോവ് ഹിൻറ്റ്, പ്രിപ്പയർ എ നോട്ട് ഓൺ ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. എന്നാണ് നടന്നത്? 13 ഏപ്രിൽ 1919. എ മീറ്റിംഗ് ടു പ്രൊട്ടസ്റ്റ്, ഓപ്പൺ ഗ്രൗണ്ട് സറൗണ്ടഡ് ബൈ ഹ്യൂജ് ബിൽഡിങ്സ്, അമൃത്സർ ഇൻ പഞ്ചാബ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു നോട്ട് എഴുതുക എന്നാണ് ചോദ്യം. അപ്പോൾ ഞാനെഴുതിയൊരു വിവരണത്തിൻ്റെ മലയാളം ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. Activity 2, given below are the different type of songs in Kerala. Question A, analyze the features of different types of song and complete the table. അപ്പോൾ ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് ഏത് ടൈപ്പ് സോങ് ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സോങ് ഓഫ് റീജിയൻ ദാറ്റ് ആർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. അപ്പോൾ അത് ഏത് തരത്തിലുള്ള സോങ് ആണ്? അതാണ് നാടൻ പാട്ട്. സോങ് ഓഫ് പോപ്പുലറൈസ്ഡ് ബൈ മോയിൻകുട്ടി വൈദ്യർ ഇൻ കേരള. എന്താണ്? അതാണ് മാപ്പിളപ്പാട്ട്. മൂന്നാമത്, സോങ് ഓഫ് ഡിസ്ക്രൈബിംഗ് ദ വെലർ ആൻഡ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഫേമസ് വാരിയേഴ്സ്. അത് എന്ത് പാട്ടുകളാണ്? അത് വടക്കൻ പാട്ട്. സോങ് ഓഫ് സങ് ബൈ ഫാമേഴ്സ് വിത്ത് ദ റിതം ഓഫ് പ്ലാന്റിംഗ് പാഡി. അപ്പം അതെന്തു പാട്ടാണ്? ഞാറ്റുപാട്ട്. ക്വസ്റ്റ്യൻ ബി, ഓമന തിങ്കൾ കിടാവോ, നല്ല കോമള താമരപ്പൂവോ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി ഡസ് ദ സോങ് ബിലോങ്സ് ടു? വഞ്ചിപ്പാട്ട്, താരാട്ടുപാട്ട്, ഞാറ്റുപാട്ട്, വടക്കൻ പാട്ട്. ഇപ്പോൾ ഇത് ഏതു പാട്ടിൽ വരുന്നതാണ്? ഇതൊരു താരാട്ടുപാട്ടാണ്. ആക്ടിവിറ്റി 3, ദ എർത്ത് ആൻഡ് ദ മൂൺ. ഒബ്സർവ് ദ പിക്ചേഴ്സ്. എർത്ത് ഹാസ് 2 type of movements. Complete the flow chart including the features of these type of movements. ഭൂമിയും ചന്ദ്രനും. ഭൂമിക്ക് 2 തരത്തിലുള്ള സഞ്ചാര രീതികളാണുള്ളത്. അവയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി താഴെ നൽകിയിട്ടുള്ള ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. മൂവ്മെൻറ്റ് ഓഫ് ദി എർത്ത്. അപ്പോൾ ഫ്ലോ ചാർട്ടിൻ്റെ ഒരു സൈഡ് റൊട്ടേഷനും ഭ്രമണവും, അടുത്ത സൈഡ് റവല്യൂഷൻ പരിക്രമണവുമാണ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ദ എർത്ത് സ്പിൻ ഇറ്റ്സ് ഓൺ ആക്സിസ്. എർത്ത്, ഭൂമി അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നു. 24 hours കംപ്ലീറ്റ് ഫോർ വൺ റൊട്ടേഷൻ. ഒരു ഭ്രമണത്തിന് 24 മണിക്കൂർ വേണം. ഇതിൻ്റെ ഫലം എന്താണ്? പകലും രാത്രിയും ഉണ്ടാകുന്നു. ദ കോസ്റ്റ് ഡേ ആൻഡ് നൈറ്റ്. റവല്യൂഷൻ, ദ എർത്ത് റിവോൾവ് അറൗണ്ട് ദ സൺ വൈൽ റൊട്ടേറ്റിംഗ് ഇറ്റ്സ് ഓൺ. പരിക്രമണത്തിന് എന്താണ്? ഭൂമി സ്വന്തമായി കറങ്ങുകയും അതിനൊപ്പം സൂര്യന് ചുറ്റുകയും ചെയ്യുന്നു. അടുത്തത് 365 ദിവസം വേണം ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഋതുക്കൾ ഉണ്ടാകുന്നു. ക്വസ്റ്റ്യൻ ബി, ശരത് ഈസ് ട്രൈയിങ് ടു ഡ്രോ ഹൗ ദ മൂൺ അപ്പിയേഴ്സ് ഫ്രം ന്യൂ മൂൺ ഡേ ടു ദ ഫുൾ മൂൺ ഡേ. ഹെൽപ്പ് ശരത് ടു ഷെയ്ഡ് ദ പിക്ചേഴ്സ് സ്യൂട്ടബിളി. ശരത്ത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ രാത്രിയിൽ ചന്ദ്രനെ കാണുന്നത് എങ്ങനെയാണെന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ചിത്രങ്ങൾ ശരിയായ രീതിയിൽ ഷെയ്ഡ് ചെയ്ത് പൂർത്തിയാക്കാൻ ശരത്തിനെ സഹായിക്കൂ. അപ്പോൾ ഫേസസ് ഓഫ് ദ മൂൺ, ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഡേ 1 എങ്ങനെയായിരിക്കും? ദ മൂൺ ഈസ് കംപ്ലീറ്റ്ലി ഡാർക്ക്. ദ ഡേ 7 ആകുമ്പോഴത്തേക്ക് എന്താണ്? ചന്ദ്രൻ്റെ ഒരു റൈറ്റ് സൈഡ് മാത്രം പകുതി തെളിഞ്ഞിരിക്കും. ഡേ 14 ആകുമ്പോഴത്തേക്ക് എന്താണ്? ചന്ദ്രൻ ഫുള്ള് പ്രകാശിതമായിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് അല്ലാതൊരു ഫിഗർ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കുക. അതിന് ഡൗട്ട് ഉണ്ടോ ചോദിച്ചാൽ മതി. ആക്ടിവിറ്റി 4, we too are the protectors of nature. Birds are the protectors of nature. Write how the following are beneficial to the environment. പക്ഷികൾ പ്രകൃതിയുടെ സംരക്ഷകർ കൂടിയാണ്. താഴെ കൊടുത്തിട്ടുള്ള ചിത്രത്തിലെ പക്ഷികൾ പരിസ്ഥിതിയെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് രേഖപ്പെടുത്തുക.
അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കിളികൾ ഏതൊക്കെയാണ്? ഔൾ, ക്രോ, സ്പാരോ. ഔൾ എന്താണ്? ഹെൽപ്പ് കൺട്രോൾ ദ പോപ്പുലേഷൻ ഓഫ് റാറ്റ് ആൻഡ് പെസ്റ്റ് പ്രൊട്ടക്റ്റിംഗ് ക്രോപ്സ്. അപ്പം എലികളെ മറ്റ് പെസ്റ്റുകളെയൊക്കെ നമുക്ക് ഈ കൃഷി നശിപ്പിക്കുന്നതിൽ നിന്നൊക്കെ രക്ഷിക്കുന്നു. പിന്നെ അടുത്തുള്ളത് ക്രോ, കാക്ക. കാക്ക എന്താണ്? നമ്മുടെ കാക്ക എന്താണ് നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുന്ന ആളാണ് കാക്ക. കീപ്പിംഗ് ദ എൻവയോൺമെൻറ്റ് വെരി ക്ലീൻ ആൻഡ് ഈറ്റിംഗ് ഡെഡ് ആനിമൽ ആൻഡ് വേസ്റ്റ്. മൂന്നാമത് കൊടുത്തിരിക്കുന്നത് സ്പാരോ ആണ്. പോളിനേറ്റ് പ്ലാന്റ്സ് ആൻഡ് ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ എയ്ഡിങ് പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റ് ചെടികൾ വളരാൻ സഹായിക്കും. അതുപോലെ തന്നെ വിത്തുകളെ പ്ലാന്റ് സീഡിങ് എന്നിവയ്ക്കെല്ലാം സഹായിക്കുന്നവയാണ്. റീസൺസ് ഫോർ ദ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ എണ്ണം കുറയുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? കട്ടിംഗ് ഡൗൺ ട്രീസ്, വൃക്ഷങ്ങൾ മുറിക്കുന്നത് പക്ഷികളുടെ കൂടുകൾ നശിപ്പിക്കുന്നു. യൂസ് പെസ്റ്റിസൈഡ്സ് ഓഫ് കെമിക്കൽസ് ഇൻ ഫാമിംഗ് ഹാംസ് ബേർഡ്സ്. രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത്. പൊല്യൂഷൻ ഇൻ വാട്ടർ, എയർ, സോയിൽ അഫക്റ്റിംഗ് ദെയർ സർവൈവൽ. ഓവർ ഹണ്ടിങ് ആൻഡ് പോച്ചിങ് ഓഫ് birds, mobile tower radiation and disrupt their navigation and reproduction. നെക്സ്റ്റ് പ്രവർത്തനം 5. ആക്ടിവിറ്റി 5. ലെറ്റ്സ് നോ ദ എയർ, ഒബ്സർവ് ദ പിക്ചേഴ്സ്. അപ്പോൾ ചിത്രങ്ങളൊന്ന് നിരീക്ഷിക്കുക. അപ്പോൾ അതിൻ്റെ എന്താണ്? വാഹനങ്ങളുടെ ടയറിൽ കാറ്റ് നിറയ്ക്കുന്നതിന് വായുവിൻ്റെ ഏത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക. വായുവിന് വ്യാപനശേഷിയുണ്ട്. വായുവിന് ഭാരം ഉയർത്താനുള്ള കഴിവുണ്ട്. വായുവിന് ആകൃതിയില്ല. ആൻസർ: എയർ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. വായുവിന് ആകൃതിയില്ലാത്ത എന്ന ഓപ്ഷൻ സി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട് ടു പ്രൂവ് എയർ ഹാസ് ടു ബി പവർ ടു സ്പ്രെഡ് അറൗണ്ട്. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ എക്സ്പെരിമെൻറ്റ് ആർ ഗിവൻ ബിലോ. പ്രിപ്പയർ ദ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ് സ്റ്റെപ്പ്. മെറ്റീരിയൽ, മോഡ് ഓഫ് എക്സ്പെരിമെൻറ്റ്, ഫൈൻഡിങ് ദ കൺക്ലൂഷൻ. മെറ്റീരിയൽസ്: ഗ്ലാസ്, ബലൂൺ, ത്രെഡ്, മാച്ച് ബോക്സ്, ഇൻസെൻസ് സ്റ്റിക്ക്, പേപ്പർ, കാറ്റാടി ആൻഡ് കാർഡ്ബോർഡ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാനൊരു എക്സ്പെരിമെൻറ്റ് കൂടെ ഇവിടെ കൊടുക്കുകയാണ്. ജസ്റ്റ് നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക. ആക്ടിവിറ്റി 6. ദിക്കറിയാം. കീർത്തനയുടെ വിദ്യാലയത്തിൻ്റെ രേഖാചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു രേഖാചിത്രം വെച്ച് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതുക. വീഡിയോ ഒരുപാട് ലെങ്തിയാണ്. ഞാൻ ലാസ്റ്റത്തെ ആൻസർ വായിക്കുന്നില്ല. ആൻസർ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ്, മലയാളം. നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ദിശകളും ദിക്കുകളുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.